ഹലോ മക്കളെ, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. എടാ, നമ്മുടെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുനിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ? എടാ, നമ്മുടെ വർക്ക് എനർജി പവറിലെ ആദ്യത്തെ ചോദ്യമാണ് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ എന്നുള്ള ചോദ്യം, അഥവാ സ്കേലാർ പ്രൊഡക്റ്റ് എന്നുള്ള ചോദ്യമാണ്. ഇഫ് ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ പെർപെൻഡിക്കുലർ then their dot product will be, അതായത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അഥവാ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ. തീറ്റയുടെ വാല്യൂ എന്താണ്? 90 ഡിഗ്രി. അതായത് എയും ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിക്ക് ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി കൊടുത്താൽ ഇവിടെ എന്താണ് നമുക്ക് കിട്ടുക? എ ബി cos 90 that is equal to cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ പ്രൊഡക്റ്റ് ഓഫ് എ ഡോട്ട് ബി ഇവിടെ നമുക്ക് കിട്ടുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് വർക്ക് എന്ന് പറയുന്നത്? മക്കളെ, ഈ ഒരു ഡെഫിനിഷൻ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വർക്ക് എന്ന് പറയുന്നത്? സോ വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോമ്പണന്റ് ഓഫ് ഫോഴ്സ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. സോ മക്കളെ, നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഫോഴ്സ് ഇതാ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോഴ്സും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ പറ്റും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡിയും. അങ്ങനെയാണെങ്കിൽ എന്താണ് വർക്ക് എന്ന് പറയുന്നത്? സോ മക്കളെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെരിഞ്ഞു നിൽക്കുന്ന ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്താൽ രണ്ട് കോമ്പണന്റുകൾ നമുക്ക് കിട്ടും. ഇതിന് നമ്മൾ തീറ്റ എന്ന് കൊടുത്താൽ ഇത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. മക്കളെ, എന്താണ് വർക്ക് എന്ന് പറയുന്നത്? ഫോഴ്സിന്റെ കോമ്പണന്റ്, അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ അതേ ഡയറക്ഷനിൽ പോകുന്ന ഫോഴ്സിന്റെ കോമ്പണന്റും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ എഫ് കോസ് തീറ്റയും ഡിയും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് വർക്ക്. സോ നമുക്ക് പറയാം W is equal to എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി, അഥവാ എഫ് ഡി cos theta. ഇതാണ് വർക്ക് എന്ന് പറയുന്നത്. സോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ റൈറ്റ് ദി സിറ്റുവേഷൻ ഇൻ വിച്ച് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് 0. അതായത് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് 0 ആവുന്ന കണ്ടീഷൻ എന്താണെന്നാ ചോദിച്ചത്. എടാ മക്കളെ, സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ലേ? when the displacement is 0. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? W is equal to എഫ് എസ് കോസ് തീറ്റ. മക്കളെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ, അഥവാ എസ് 0 ആണെങ്കിൽ വർക്ക് 0 ആവില്ലേ? അടുത്തത് ഫോഴ്സ് 0 ആണെങ്കിൽ, എഫ് 0 ആണെങ്കിലും നമ്മുടെ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ കോസ് തീറ്റ 0 ആണെങ്കിൽ, അഥവാ കോസ് 90 വരികയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തായിരിക്കും? വർക്ക് ഡൺ 0 ആയിരിക്കും. സോ 3 കണ്ടീഷൻസ് നമ്മൾ പറയുന്നത് വർക്ക് 0 ആക്കുന്ന 3 കണ്ടീഷൻസ് ആണ്. സോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ് ആർ പോസിറ്റീവ്, നെഗറ്റീവ്, 0. എടാ, കുറച്ച് എക്സാമ്പിളുകൾ തന്നിട്ട് അതിന്റെ അകത്ത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, 0 വർക്ക് കണ്ടുപിടിക്കാനാ പറഞ്ഞ്. സിമ്പിൾ ആയിട്ട് പറ്റും. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്താ? സിമ്പിൾ ആണ്. എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും. രണ്ടാമതായിട്ട് വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത്. അതായത് ഒരു ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നമുക്ക് നോക്കാം, ഒരു ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സെന്ററിലേക്കുള്ള ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ ഇങ്ങോട്ടാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റിന്റെയും ഫോഴ്സിന്റെയും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇത് എന്ത് വർക്ക് ആയിരിക്കും? 0 വർക്ക് ആയിരിക്കും. അടുത്തത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ബോഡി താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക്, ഡിസ്പ്ലേസ്മെന്റും താഴേക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താണിത്? ഇതെന്ന് പറയുന്നത് നമ്മുടെ രണ്ടും പാരലൽ ആയതുകൊണ്ട്, രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് പോസിറ്റീവ് വർക്കാണ്. സോ പോസിറ്റീവ് വർക്ക് ആണ്. അടുത്തത് വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ക്യാരിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് വാക്സ് അലോങ് എ ഹൊറിസോണ്ടൽ ലെവൽ റോഡ്. അതായത് ഒരാൾ തലയിൽ ലോഡ് കയറ്റിയിട്ട്, ഒരാൾ എന്ത് ചെയ്യുന്നു? തലയിൽ ലോഡ് കയറ്റി അയാൾ മുകളിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്, ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. സോ വർക്ക് എന്തായിരിക്കും? വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ മക്കളെ വേറൊന്നും ആലോചിക്കേണ്ട, അതെന്തായിരിക്കും? അത് 0 വർക്ക് ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും കൃത്യമായിട്ട് നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. അടുത്തതിലേക്ക് നമ്മൾ വന്നാൽ എ കാർ ആൻഡ് ലോറി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി. ഒരു കാറും ലോറിയും രണ്ടുപേർക്കും കൈനറ്റിക് എനർജി സെയിം ആണ്. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം? എക്സ്പ്ലെയിൻ. നമുക്കറിയാം കൈനറ്റിക് എനർജി മൊമെന്റം തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഇതിന്റെ അകത്ത് നിന്ന് നമ്മൾ പറയുന്നത് എന്താണ്? മൊമെന്റത്തിന്റെ ഇക്വേഷൻ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് പറയാം? കെ ഇ ഇൻറ്റു 2m എന്ന് നമ്മൾ പറയും. സോ മക്കളെ, പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട്
KE into 2m. മക്കളെ പറഞ്ഞത് എന്താ ക്വസ്റ്റ്യനില്? കാറിനും ലോറിക്കും സെയിം എന്താണ്? കൈനറ്റിക് എനർജി ആണ്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ മൊമെന്റം? കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ ആർക്കാണോ മാസ് കൂടുതൽ ഉള്ളത് അയാൾക്ക് എന്ത് കൂടുതലായിരിക്കും? മൊമെന്റം കൂടുതലായിരിക്കും. സോ ലോറിക്കാണ് എന്ത് കൂടുതലായിട്ടുണ്ടാവുക? മൊമെന്റം കൂടുതലായിട്ടുണ്ടാവുക. കാരണം ഈ റിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. P കൂടുതലുള്ളത് മാസ് കൂടുതലുള്ള ആൾക്കാണ്. ബാക്കി എല്ലാവരും കോൺസ്റ്റന്റ് അല്ലേ? 2 കോൺസ്റ്റന്റ് ആണ്, കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ആണ്. അടുത്തത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനാ. മക്കളെ നോക്ക്, വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു M1 അല്ലെങ്കിൽ M മാസ് ഉള്ള ബോള് U വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി ഇനീഷ്യലി ½ m(u²). ഇതിന് മുകളിൽ ഞാൻ എന്ത് കൊടുത്തു? ഒരു വർക്ക് കൊടുത്തു. ആ സമയത്ത് ഈ M മാസ് ഉള്ള ബോഡി V വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. സോ കൈനറ്റിക് എനർജി ഫൈനൽ ഇസ് ഈക്വൽ ടു ½ mv² ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ എന്താണ് വർക്ക് എനർജി തിയറം പറയുന്നത്? കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈക്വൽ ടു ഞാൻ ചെയ്ത വർക്കിന് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? ഞാൻ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജിയിൽ നിന്ന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താക്കിയാൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇതിന്റെ പ്രൂഫ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ തേർഡ് കൈനമാറ്റിക് ഇക്വേഷൻ എടുത്തിട്ടാണ്. അതായത് v² മൈനസ് u² ഇസ് ഈക്വൽ ടു 2as. മക്കളെ നമ്മൾ രണ്ട് സൈഡും ½ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ½ m into v² മൈനസ് u² ഈക്വൽ ടു ½ m into 2as. 2 നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ½ mv²? കൈനറ്റിക് എനർജി ഫൈനൽ. വാട്ട് ഈസ് ½ mu²? കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈക്വൽ ടു MAS. മക്കളെ MA എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ? S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലേ? സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി? വർക്കിന് ഈക്വൽ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ദ എനർജി സ്റ്റോർഡ് ബൈ വേർച്യു ഓഫ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി ഓർ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഈസ് കോൾഡ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി. എടാ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഒബ്ജക്റ്റിനെ താഴെ നിന്ന് എടുത്തിട്ട് കുറച്ച് ഹൈറ്റിൽ കൊണ്ടുപോയി വെച്ചാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലേ ഇൻക്രീസ് ചെയ്യുക? സോ പൊസിഷൻ മാറിയാൽ പൊട്ടൻഷ്യൽ എനർജിയാണ് മാറുന്നത്. അതുപോലെ കോൺഫിഗറേഷൻ മാറാം. അതായത് നമ്മളൊരു സ്പ്രിംഗ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചാൽ അതിന്റെ കോൺഫിഗറേഷൻ മാറി. അതല്ലെങ്കിൽ നമ്മൾ അമർത്തി പിടിച്ചാൽ അതിന്റെ കോൺഫിഗറേഷൻ മാറി. ആ സമയത്ത് ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന എനർജി ആരാ? പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ആരാണ്? പൊട്ടൻഷ്യൽ എനർജി. Then അടുത്ത ക്വസ്റ്റ്യൻ ആണ് two bodies of masses m1 and m2 have same momentum. രണ്ട് പേർക്കും സെയിം മൊമെന്റം ആണ്. ആരൊക്കെ? m1 മാസ് ഉള്ള ഒബ്ജക്റ്റിനും m2 മാസ് ഉള്ള ഒബ്ജക്റ്റിനും സെയിം മൊമെന്റം ആണ്. Then അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് their കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയുടെ റേഷ്യോ എന്താണ്? എടാ നമ്മൾ ആദ്യത്തെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാണ്. കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? p² ഡിവൈഡഡ് ബൈ 2 ടൈംസ് m1. ഇനി രണ്ടാമതായിട്ട് k2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? p² ഡിവൈഡഡ് ബൈ 2 ടൈംസ് m2. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. k1 പ്രപ്പോർഷണൽ ടു 1/m1, k2 പ്രപ്പോർഷണൽ ടു 1/m2. അങ്ങനെയെങ്കിൽ മക്കളെ k1/k2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് എഴുതാം k1/k2 എന്ന് പറയുന്നതിനെ m2/m1. അങ്ങനെയാണെങ്കിൽ k1 ഈസ് ടു k2 എന്ന് പറഞ്ഞാൽ m2 ഈസ് ടു m1 ആയിരിക്കും. ഓക്കെ, സോ ഇവരുടെ റേഷ്യോ എഴുതാനാണ് നമ്മളോട് എന്താക്കിയിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഈ ഒരു റേഷ്യോ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഇക്വേഷൻ അറിയണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തതാണ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ വേണ്ടിയിട്ടാ. എടാ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്നെന്താണ്? വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. എടാ കൺസർവേറ്റീവ് ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇനീഷ്യലും ഫൈനലും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. രണ്ടാമതായിട്ട് വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻ എ സൈക്ലിക് പ്രോസസ്. അതായത് ഒരു ക്ലോസ്ഡ് പാത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിന് ഇവിടെ നിന്ന് എടുത്തു തിരിച്ച് ഇവിടെ കൊണ്ടുവച്ചാൽ അവിടുത്തെ വർക്ക് എന്തായിരിക്കും? അതേ പൊസിഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ രണ്ട് പോയിന്റ് നിങ്ങൾ മെമ്മറിയിൽ വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തതാണ് മക്കളെ Write 2 examples for conservative force and non-conservative force. എടാ മക്കളെ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ എന്താ? കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ മക്കളെ കൺസർവേറ്റീവിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ എന്ത് പറയാം? സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ്. ഇവിടെ നോൺ കൺസർവേറ്റീവിന് എക്സാമ്പിൾ ആയിട്ട് ആരെ പറയാം? ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ വിസ്കസ്. വിസ്കസ്
ഫോഴ്സ്. സോ നോൺ കൺസർവേറ്റീവിനും കൺസർവേറ്റീവിനും എക്സാമ്പിളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എടാ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഷോ ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് കൺസേർവ്ഡ്. അതായത് ഒരു ബോഡി എയിൽ നിന്നും ബിയിലെത്തി ബിയിൽ നിന്ന് സിയിലേക്ക് എത്തുന്ന സമയത്ത് എയിലെ എനർജിയും ബിയിലെ എനർജിയും സിയിലെ എനർജിയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ നമ്മുടെ കയ്യിലുള്ള ഡയഗ്രമാണ്. ആദ്യം തന്നെ എ എന്ന് പറയുന്ന പൊസിഷൻ ഈ പൊസിഷൻ ആണ്, ഇത് ബി എന്ന് പറയുന്ന പൊസിഷൻ, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ എച്ച് മൈനസ് എക്സ് എന്ന് വിളിക്കും, ടോട്ടൽ ഡിസ്റ്റൻസിനെ എച്ച് എന്ന് വിളിക്കും. നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഓരോ പോയിന്റിലും ടോട്ടൽ എനർജി എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അറ്റ് പോയിന്റ് എ നമ്മൾ ആദ്യം ചെയ്യുന്നത് അറ്റ് പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരാണ്. അറ്റ് പോയിന്റ് എയിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. അറ്റ് പോയിന്റ് എ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അറ്റ് പോയിന്റ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അറ്റ് പോയിന്റ് ബി, പോയിന്റ് ബിയിലേക്ക് വന്നാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ ഒബ്ജക്റ്റ് ഉള്ളത്? എച്ച് മൈനസ് എക്സ് എന്ന് പറയുന്ന ഹൈറ്റിലാണ്. സോ എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. എടാ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എം ജി എടുത്തു കഴിഞ്ഞാൽ എം ജി ഇൻറ്റു എച്ച് മൈനസ് എം ജി എക്സ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ദെൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കറിയണം ബിയിലെ വെലോസിറ്റി എത്ര നമുക്കറിയില്ല. സോ ഹാഫ് എം വി ബി സ്ക്വയർ എന്നാണ് നമ്മൾ പറയുന്നത്. സോ അവിടെ ബിയിലെ വെലോസിറ്റി എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്ത്? വി ബി is equal to അല്ലെങ്കിൽ വി സ്ക്വയർ is equal to യു സ്ക്വയർ പ്ലസ് 2as എന്ന് നമുക്ക് പറയാം. മക്കളെ വി സ്ക്വയർ എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കുമ്പം ഇനീഷ്യലി ഇവിടുത്തെ വെലോസിറ്റി 0 അല്ലേ? സോ യു സ്ക്വയർ എന്താണ്? 0 പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു എത്ര ദൂരം വന്നു? എക്സ് ദൂരം വന്നു. സോ നമ്മൾ പറയും എത്രയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2g എക്സ് ആണ്. മക്കളെ 2 ക്യാൻസൽ ചെയ്താൽ നമുക്ക് mgx എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. സോ ടോട്ടൽ എനർജി കാണുന്ന സമയത്ത് നമ്മൾ പറയും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അതായത് mgx പ്ലസ് mgh മൈനസ് mgx. മൈനസ് mgxും പ്ലസ് mgxും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ mgh എന്ന് കിട്ടും. സോ അറ്റ് പോയിന്റ് ബിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? mgh ആണ്. ഇനി ലാസ്റ്റ് വൺ മക്കളെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ ടോട്ടൽ എനർജി അറ്റ് പോയിന്റ് സി ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കറിയാം കൈനറ്റിക് എനർജി, നമ്മൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പൊട്ടൻഷ്യൽ തന്നെ പറയാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 അല്ലേ? കാരണം ഈ ഹൈറ്റ് ഇല്ലാത്ത സ്ഥലത്തല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സി സ്ക്വയർ ആണ്. സോ ഇവിടെയുള്ള വെലോസിറ്റി നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കാൻ വീണ്ടും കൈനമാറ്റിക് ഇക്വേഷൻ എടുക്കുന്നു. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അഥവാ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 പ്ലസ് 2g. എത്ര ദൂരം വന്നു? എച്ച് ദൂരം വന്നു. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 2gh. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ mgh. സോ നമ്മൾക്ക് കിട്ടി നമ്മുടെ ഫൈനൽ എന്ന് പറയുന്ന ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ potential energy plus kinetic energy that is equal to 0 plus mgh that is equal to mgh. മക്കളെ ഇനി ഇങ്ങനെ ഒരു ബോഡി താഴേക്ക് വീഴുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഗ്രാഫാണ് നിങ്ങൾ എന്താക്കി കൊടുക്കേണ്ടത്? വരച്ചു കൊടുക്കേണ്ടത്. ഇവിടെ y ആക്സിസിൽ ഞാൻ എടുത്തത് എനർജിയാണ്, x ആക്സിസിൽ ഞാൻ എടുത്തത് ഹൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നുണ്ട്? നമ്മൾ ഇതാ പൊട്ടൻഷ്യൽ എനർജി വരയ്ക്കുന്നുണ്ട്. സോ നമുക്ക് അറിയാം മാക്സിമം എന്താണ്? ഹൈറ്റ് ഉള്ള സമയത്താണ് പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. അതുപോലെ ഹൈറ്റ് 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഹൈറ്റ് 0 ആകുന്ന പോയിന്റിലാണ് കൈനറ്റിക് എനർജി മാക്സിമം. ഹൈറ്റ് മാക്സിമം ആവുന്ന സമയത്തേക്ക് എന്തായിട്ടുണ്ട്? നമ്മുടെ കൈനറ്റിക് എനർജി 0 ആയിട്ടുണ്ട്. സോ നമ്മൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. റെഡി മക്കളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ NCERT-ലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ബാലിസ്റ്റിക് ഡെമോൺസ്ട്രേഷൻ എ പോലീസ് ഓഫീസർ fires a bullet of mass 50 gram with a speed of 200 meter per second on a soft plywood of thickness 2 centimeter. The bullet emerges with only 10% of its initial kinetic energy. What is the emergent speed of the bullet? അതായത് മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാ ഇവിടെ ഒരു പോലീസ് ഓഫീസർ ആയുധ പ്രദർശനം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? ബാലിസ്റ്റിക് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയാം. 2 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു എന്താണ് പ്ലൈവുഡിലേക്ക്, ഒരു ബോർഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാള് ഒരു പോലീസ് ഓഫീസർ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്നുണ്ട്. സോ ആ ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജി എന്തായിട്ടാണ് പറയുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? മാസ് 50 ആണ്. സോ 0.05 കിലോഗ്രാം. ഓക്കെ, ഇൻറ്റു വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 സ്ക്വയർ. നമുക്ക് കിട്ടുന്നത്
1000 ആണ്, 1000 ജൂൾ ആണ് കിട്ടുന്നത്. പക്ഷേ ഈ ബുള്ളറ്റ് ഇത് തുളച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് നിലവിലുള്ള കൈനറ്റിക് എനർജിയുടെ 10% കുറഞ്ഞു. സോ നമ്മൾ പറയും എത്രയാണ് കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുന്നത്? 0.1 ഇൻറ്റു 1000, അതായത് എത്രയാണ് നമുക്ക് കിട്ടുക? 100 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ഇത് പുറത്തേക്ക് വരുന്ന സമയത്തുള്ള കൈനറ്റിക് എനർജി അല്ല. ആ ഒരു കൈനറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ വെലോസിറ്റി ആണ്, ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയില്ലേ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² ആണ്. സോ നമ്മൾ പറയും കൈനറ്റിക് എനർജി ½ mv² ആണെങ്കിൽ ½ mv² is equal to എന്ത് പറയാം? 100 എന്ന് നമുക്ക് പറയാം. സോ മക്കളെ v² ആണ് കണ്ടുപിടിക്കേണ്ടത്. v² കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ m നമ്മൾ ചെയ്യണം. സോ മക്കളെ v² കണ്ടുപിടിക്കാൻ 2 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുന്നു? m നമ്മൾ കൊടുക്കുകയാണ്. സോ നമുക്കറിയാം m എന്ന് പറഞ്ഞാൽ എന്താ? m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.05 അല്ലേ? സോ നമ്മൾ കൊടുക്കുന്ന എന്താണ്? 0.05 കൊടുക്കുന്നു. സോ v is equal to root of 2 into 100 divided by 0.05 എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. സോ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്. ഇത് കഴിഞ്ഞ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ മക്കളെ ഈ ഒരു ഡെറിവേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഇങ്ങോട്ട് x ദൂരത്തിലേക്ക് നീക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറയും F പ്രപ്പോർഷണൽ ടു -x. കാരണം x കൂടുന്നതിനനുസരിച്ച് F എന്താവുന്നുണ്ട്? ഓപ്പോസിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ F പ്രപ്പോർഷണൽ ടു -x അഥവാ F is equal to -kx. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് dx ഡിസ്റ്റൻസ് നീക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? അതിനെ നമ്മൾ dw എന്ന് പറയും, അഥവാ F ഇൻറ്റു dx. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം F എന്ന് പറഞ്ഞാൽ എന്താണ്? -kx dx ആണ്. സോ മക്കളെ dw നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ w കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ 0 മുതൽ x വരെ ഈ ഒരു ഒബ്ജക്റ്റിനെ നീക്കുന്ന സമയത്ത്, സ്പ്രിങ്ങിനെ നീക്കുന്ന സമയത്ത് നമുക്കറിയാം k കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എഴുതി, -k പുറത്തേക്ക് എഴുതി, ഇന്റഗ്രൽ x dx എന്ന് പറഞ്ഞു. മക്കളെ w is equal to ഇന്റഗ്രൽ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x raised to n dx എന്ന് പറഞ്ഞാൽ x raised to n+1 ഡിവൈഡഡ് ബൈ n+1. അതായത് നമുക്ക് എഴുതാം -k ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2. ലിമിറ്റ് ഏതാണ്? 0, മുകളിൽ x. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അപ്പർ ലിമിറ്റ് മാത്രം ഇട്ട് കൊടുക്കാം. എന്ത് നമുക്ക് കിട്ടുന്നു? w is equal to -k x² by 2. ഈ വർക്കാണ് എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ ഈ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറയാം u is equal to ½ kx². ഓക്കെ, സോ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 1 HP ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വാട്ടാണ്? 746 വാട്ട് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ദെൻ അടുത്തതാണ് 1 kWh. ഒരു kWh എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണ്? 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ ആണ് ഒരു kWh എന്ന് പറയുന്നത്. ഓക്കെ, then which quantity is conserved in all type of collision? എല്ലാ ടൈപ്പ് കൊളീഷനിലും കൺസേർവ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആരാണ്? ഇത് നമ്മുടെ മൊമെന്റം ആണ്. സോ മക്കളെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക മക്കൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ മക്കളെ, ബൈ.